എല്ലാവരും കുളിച്ച് റെഡിയായി. ഇതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ്. ഓരോരുത്തരായിട്ട് നമ്മൾ ഫ്രഷായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ. എല്ലാവരും ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അങ്ങോട്ടേക്കാണ് ഇനി പോകാൻ പോകുന്നത്. നമ്മൾ വണ്ടിയിൽ കയറി നേരെ അവിടെ. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ടോ കാണുന്നത്. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാം വലിയ വലിയ അമ്പലങ്ങളും കെട്ടിടങ്ങളും ഒക്കെയാണ് കാണാൻ തന്നെ നല്ല രസമുണ്ടായി. നമ്മൾ നേരെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്ന പാടെ അവിടെ ക്യൂ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേനും നമ്മളെല്ലാ ഏരിയ പയ്യെ പയ്യെ കണ്ട് അങ്ങനെ പോവുമായിരുന്നു. കയറി വരുമ്പോഴേ ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് വന്നിട്ട്. നമ്മൾ ഓരോ സ്ഥലവും നോക്കുമ്പോഴും ഇവിടെ വായന ഉണ്ടായിരുന്നു. സഹസ്രനാമങ്ങളും കാര്യങ്ങളും ഒക്കെ വായിക്കുന്ന അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇതുവഴിയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണം കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യൂ ആയി തന്നെ കയറേണ്ടിയിരുന്നു. നമ്മളെല്ലാവരും തന്നെ പതിയെ നടന്ന് കയറുമ്പോഴത്തേനും ഈ രണ്ട് വശങ്ങളിലായിട്ട് കുറേ കടകളുണ്ട്. നല്ല രസമുണ്ടായി കടകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ നേരെ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് ആ ലോങ് ക്യൂ. നമ്മളും കുറേ നേരം നിന്നു. നട തുറക്കണമായിരുന്നു. 8:30 ആകുമ്പോഴാണ് നട തുറക്കുക. ഇതവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ അമ്പലക്കുളം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളും കുറച്ചു നേരം ക്യൂവിൽ നിന്ന സമയത്താണിത് ശ്രദ്ധിച്ചത്. പിന്നെ നമ്മൾ നേരെ ക്യൂ മുന്നോട്ട് നീങ്ങി നമ്മളങ്ങനെ അങ്ങുള്ളിലെത്താറായി. നമ്മൾ പിന്നെ തൊഴുതിറങ്ങി ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ മൂകാംബികയിലെത്തി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നമുക്കിവിടെ പെർഫോം ചെയ്യാം. നമ്മൾ ഈ അടുത്തൊരു ഹോട്ടൽ കം ലോഡ്ജ് ഉണ്ട്. വിധാത്രി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിപ്പം ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിനി നേരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് തിരിച്ചു വരുന്നത്. സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഓക്കെ, നോക്കാം. നമ്മൾ നല്ല രീതിക്ക് ദേവിയെ തൊഴുതു. ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കണേ. ഈ ഒരു ഏരിയയിലാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോ. ഇങ്ങനെ ക്യൂ നിന്ന് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കണം. കാര്യം നല്ല തിരക്കുണ്ടായി. എന്നിരുന്നാൽ പോലും കുറച്ച് കറികളൊക്കെ ഉണ്ടെങ്കിലും പായസം കൂട്ടി നല്ല അടിപൊളി ഒരു ഊണ് കഴിച്ചു. അമ്മ പായസമൊക്കെ കൂട്ടി ആസ്വദിച്ച് കഴിക്കുന്നതാണിത്. പ്രോഗ്രാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് പോവാൻ. കുറച്ച് മഴയൊക്കെ ഉണ്ട്, പക്ഷേ നന്നായിട്ട് കളിക്കാൻ പറ്റത്തെ പോയിട്ട് വരാം. ഇതാണ് കേട്ടോ സ്റ്റേജ്. ആദ്യം തിരുവാതിരയാണ്. അപ്പോൾ അതിനും അവരെല്ലാം റെഡിയാവുകയാണ്. ഓരോരുത്തരായിട്ട് നിന്ന് ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ആയിട്ട് സ്റ്റേജിൻ്റെ മുന്നിൽ എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഡാൻസ് വരുന്നത്. പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിട്ടോ. പിന്നെ എന്തായാലും വന്നതല്ലേന്ന് കരുതി ഞാനും എടുത്തു കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ. പിന്നെ നേരെ അവിടെയുള്ള ഒരു സരസ്വതി മണ്ഡപത്തിൽ പോയിട്ട് ചുവട് വെക്കണം എന്നുണ്ടായി. അങ്ങനെ അവിടെ പോയി കുമ്പിട്ട് നമസ്കരിച്ച് നാട്ടടവും തട്ടടവും ഒക്കെ അങ്ങ് ചെയ്തു. ഏതൊരു കലാകാരനെ കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നൊരു 2 ചുവട് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. എന്തായാലും ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടം വരെ എത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാനും ചെയ്തു. അവിടെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമുക്ക് നല്ല രീതിയിൽ വൈകിട്ട് ഒന്നുകൂടെ കയറി തൊഴാൻ പറ്റി. നല്ല രീതിയിൽ കുറേ നേരം നിന്ന് തൊഴാൻ പറ്റി. ഇനിയിപ്പം ദീപാരാധന പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിലേക്ക് പോവാണ്. ഇനിയിപ്പം നൈറ്റ് ഫുൾ അമ്പലത്തിൽ തന്നെ ആയിരിക്കും. രീതിക്ക് തന്നെ പെർഫോം ചെയ്യാൻ പറ്റി. ഇനി ഇങ്ങനെ ഇവിടെ തന്നെ വന്ന് ഇനിയും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട്. വൈകിട്ട് നമ്മൾ ഒന്നുകൂടെ തൊഴാൻ കയറി കേട്ടോ. അപ്പം കാണുന്ന ക്യൂ ആണിത്. ഇവിടെ സരസ്വതി മണ്ഡപത്തിലും ഉണ്ട് അത്യാവശ്യം തിരക്ക്. നമ്മൾ തൊഴുതിട്ട് നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. കുറേ കളിപ്പാട്ടങ്ങളും കമ്മലുകളും വളകളും. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ് ഇത്ര കുപ്പിവള. കുപ്പിവളകൾ ഇഷ്ടം പടി ഉണ്ടായിരുന്നു, പല കളറിലും പല വെറൈറ്റിയിലും ഒക്കെ. ഞങ്ങൾ മേടിച്ചു കുറേ. അങ്ങനെ റൂമിൽ വന്നു. ഞാനും അമ്മയും ഗീതമ്മയായിരുന്നു റൂമിൽ. അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ഹായ് ഗായ്സ്. ഇന്നിപ്പോൾ നമ്മുടെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ രാവിലെ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും തന്നെ റെഡി ആയായിരുന്നു. പുറത്ത് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ പോലും നമ്മളെ അതൊന്നും ബാധിച്ചില്ല കേട്ടോ. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോഴാണെങ്കിലും പാട്ടും ബഹളമൊക്കെ ആയിട്ട് നല്ല നല്ല രസമായിരുന്നു. രാവിലെ തന്നെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നത് എനിക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മളവിടെ ചെന്നപ്പോൾ പൂക്കൂടുകളൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു മുല്ലപ്പൂവും മേടിച്ച് ഞാനും തലയിൽ ചൂടി. ഞാൻ മേടിക്കുന്നതുകൊണ്ട് ഗീതമ്മയും മേടിച്ചു കേട്ടോ. ഗീതമ്മയും ഒരു മുഴപ്പൂ മേടിച്ചു, തലയിൽ വെച്ചു. എന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറുകയാണ്. അമ്പലത്തിൽ ചെന്ന് തൊഴുതിന് ശേഷം നമ്മൾ സൗപർണിക നദിയുടെ അടുത്ത് വരെ പോയി. ഈ കാണുന്നതാണ് സൗപർണിക നദി. എന്ത് രസമാണല്ലേ. നമുക്ക് ഈ സൗപർണികയിലോട്ട് എത്താൻ കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. എന്നാൽ പോലും ഇതിലൊരു വ്യൂ അടിപൊളിയായിരുന്നു. നല്ല എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. അതിൻ്റെ തൊട്ടടുത്തൊരു ഗണപതിയുടെ ക്ഷേത്രം ഉണ്ടായി. നമ്മൾ അവിടെയും പോയി തൊഴുതു. എന്നിട്ട് ഇതിന് ചുറ്റും പരന്ന് കിടക്കുന്ന ഈ സൗപർണിക നദിയുടെ ഭംഗി പിന്നെയും കാണാൻ പോയി. നല്ല ഒഴുക്കുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് 2 വട്ടം കഴിഞ്ഞ് തൊഴാനുള്ള ഭാഗ്യം കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ കുടജാദ്രി പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കുടജാദ്രി പോക്കിന് നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ഇപ്പം കയറ്റി വിടുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ റെഡ് അലേർട്ടാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് അങ്ങനെ കയറ്റി വിടുന്നില്ല. അപ്പോൾ നമ്മുടെ പ്ലാനൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആക്കി നമ്മളിനിയിപ്പോൾ നേരെ കണ്ണൂർ, മുത്തപ്പൻ്റെ പറശ്ശിനിക്കടവ് അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. പാക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നത് ഈ അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇത് ഉടുപ്പിയിലാണ് ഈ അമ്പലം ഉള്ളത്. ഇത് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തൊരു അമ്പലമാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആദ്യമായതുകൊണ്ട് എല്ലാ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് വരികയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ. അകത്ത് കയറിയപ്പോഴാണേലും പലതരത്തിലുള്ള എന്താ പറയുക സ്കൾപ്ചറുകളും പല കാര്യങ്ങളും നല്ല ഭംഗിയുണ്ടായി. ഈ ഗോപുരത്താണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മൾ ഇവിടെ അടുത്തൊരു ഉടുപ്പിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഉടുപ്പിയിലൊരു മഹാലക്ഷ്മി ടെമ്പിളിൻ്റെ അടുത്താണുള്ളത്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുതു. എല്ലാവരും തൊഴുതിറങ്ങി. അതിൻ്റെ ബാക്കിൽ കാണുന്ന ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. എൻട്രൻസ് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. അകത്താണെങ്കിലും അകത്തങ്ങനെ ഫോൺ അലൗഡൊന്നും അല്ല. അപ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോയും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അകത്ത് നല്ല രസമുണ്ടായിരുന്നു. ദേവിയെ ഒരുക്കിയതും എല്ലാം കാണാൻ വേണ്ടിയിട്ട് കുറേ എന്താ പറയുക കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായി. അടുത്തത് നമ്മൾ വന്നത് ഈ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. പോണ വഴിക്ക് മഴയൊക്കെ ഉണ്ടായെങ്കിലും അത് നമുക്കൊരു തടസ്സമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിതാ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ടായി. ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. കയറി വരുമ്പോഴേ ഇവിടെ ഒരു വലിയ ശിവൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായി. നമ്മളതും കണ്ടു, ഇവിടുത്തെ കാഴ്ചകളും കണ്ടു. ഞാൻ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാഴ്ചകളും എനിക്ക് വളരെയധികം കൗതുകം തരുന്നതായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തൊട്ടേ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ 7:30-ക്ക് ശേഷമേ നട തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തു നിന്നാണ് തൊഴുതതും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. എന്തായാലും നല്ലപോലെ നമ്മളിവിടെ ഒക്കെ ഒന്ന് ചുറ്റി കണ്ടു. എല്ലായിടത്തൂടെയും ഒന്ന് നടന്നു. പുറത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഒന്നുകൂടെ കണ്ടു തൊഴുതു. എല്ലാവരും തൊഴുത് ഇവിടെ വലം വെക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള അംഗങ്ങൾ എല്ലാവരും തന്നെ കൂടെയുണ്ട്. അമ്മയുണ്ട്, ഗീതമ്മയുണ്ട്, ബാക്കി ചേച്ചിമാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരും ഓരോ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചും എല്ലാവർക്കും തന്നെ ഇതൊരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ കാഴ്ചകൾ കണ്ട് അങ്ങ് നടന്നു വരുന്നതേ ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ പോയത് പറശ്ശിനിക്കടവിലേക്കാണ് കേട്ടോ. അവിടെ ക്ഷേത്രത്തിലേക്ക് പോണ 2 വഴിയിലും നിറച്ചും കടകളായിരുന്നു. തിരിച്ചു വരുമ്പോൾ കയറാമെന്നുള്ള മൈൻഡ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നു. മുത്തപ്പൻ്റെ നടയിൽ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ കയറുന്നതിന് മുന്നേ കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകണം എന്നുണ്ടായി. അങ്ങനെ കഴുകിയിട്ട് വേണം അകത്ത് തൊഴാൻ കയറാൻ. അതുകൊണ്ട് തന്നെ നമ്മളും വന്ന് കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകി നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. ഈ അമ്പലവും അമ്പലത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ജസ്റ്റ് റീൽസിലും കാര്യങ്ങളിലും മാത്രമേ കണ്ടിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. നമ്മളവിടെ ചെന്നതിന് ശേഷം ഈ ചെറുപയറും ഒരു ചായയും നമുക്ക് കിട്ടും. തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ പിന്നെ യാത്രയായി.
നമ്മളൊരു പുലർച്ചെ 6:30-ഓടെയാണ് വീടിൻ്റെ അവിടെയൊക്കെ എത്തുന്നത്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ.